നമസ്കാരം സർ. എമ്പുരാൻ സിനിമയുടെ വിമർശനങ്ങളും വിവാദങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു എന്ന വാർത്ത പുറത്തുവരുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇത് വേണ്ട നമുക്ക് അവസാനിപ്പിക്കാം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ. എന്തിന് വെറുതെ ഒരു സിനിമയെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുന്നതെന്ന് നമ്മൾ കരുതും തോറും വിവാദങ്ങൾ കൂടുതലാകുകയാണ്. ഏറ്റവും അവസാനമായിട്ട് ഏകദേശം ഒരു 15 മിനിറ്റിന് മുൻപ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാനത് വായിക്കാം, അതാണ് കുറച്ചും കൂടെ ശരി. ലൂസിഫർ ഫ്രാഞ്ചൈസിൻ്റെ 2ാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണെന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹപൂർവ്വം മോഹൻലാൽ. ഇതാണ് മോഹൻലാൽ ഇന്ന് രാവിലെ ഏകദേശം ഒരു 17-18 മിനിറ്റ് ആയിട്ടുള്ളൂ അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിട്ട്. ഇതൊരു വളരെ നല്ല ചിന്താഗതിയാണ്. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ചെയ്തു പോയ ചില അബദ്ധങ്ങളിൽ പരിതപിക്കുന്നു, ഖേദിക്കുന്നു. ഇങ്ങനെയാണ് ഒരു യഥാർത്ഥ ഖേദം പ്രകടിപ്പിക്കേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിനകത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ അഭിനന്ദിക്കുക തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇന്ന് രാവിലെ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റും കൂടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. എന്താണ്? നമ്മുടെ മുഖ്യമന്ത്രി ഇന്നലെ രാത്രി ആ സിനിമ കാണാൻ പോയി. മുഖ്യമന്ത്രി ഇന്നലെ രാത്രി സിനിമ കാണാൻ പോയിട്ട് എല്ലാവർക്കും ആ പഴയ സിനിമ കാണാൻ ഒരു ആവേശമുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. ഞാനും ഇന്നലെ ഈ കട്ട് ചെയ്യാൻ പോകുന്നു, 17 കട്ട് വരുന്നു, 20 കട്ട് വരുന്നു എന്നൊക്കെ കേട്ടപ്പോൾ അല്ല, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കാണാൻ പറ്റത്തില്ലോ. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അത് കാണാൻ പോകില്ലായിരുന്നു. തിയേറ്ററിൽ പോയി കാശ് കൊടുക്കില്ല തീരുമാനിച്ചിരുന്നത്. പക്ഷേ എന്നാലും ഇത് കട്ട് ചെയ്യാൻ തീരുമാനിച്ചതിലേക്ക് അതിൻ്റെ ഒറിജിനൽ സാധനം ഒന്ന് കാണാൻ വേണ്ടി ഞാനും ഇന്നലെ പോയി. നമ്മുടെ മുഖ്യമന്ത്രിയും പോയി. അദ്ദേഹം ഇന്ന് രാവിലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് മറ്റുള്ളവർ എതിർക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം പോയി കണ്ടതെന്ന് വ്യക്തമായിട്ട് തുടക്കത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഒരു വാചകം: രാജ്യം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ വംശഹത്യകളിൽ ഒന്നിനെ സിനിമയിൽ പരാമർശിക്കുന്നതാണ് അതിൻ്റെ ആസൂത്രകരായ സംഘപരിവാറിനെ രോഷാകുലരാക്കിയിരിക്കുന്നത്. അണികൾ മാത്രമല്ല, BJPയുടെയും RSSന്റെയും നേതാക്കൾ വരെ പരസ്യ ഭീഷണികൾ ഉയർത്തുകയാണ്. അവസാനം അദ്ദേഹം ഒന്നും കൂടെ പറയുന്നു, ജനാധിപത്യ സമൂഹത്തിൽ ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, വർഗീയതയ്ക്കെതിരെ നിലപാടെടുത്തു എന്നതുകൊണ്ടും അതിൻ്റെ ഭീകരത ചിത്രീകരിച്ചതുകൊണ്ടും ഒരു കലാസൃഷ്ടിയെ ഇല്ലായ്മ ചെയ്യുവാനും കലാകാരന്മാരെ നീചമായി ആക്രമിക്കുവാനും വർഗീയവാദികൾക്ക് സാധിക്കുന്ന അവസ്ഥ ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ജനാധിപത്യ സമൂഹത്തിൽ പൗരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. മോഹൻലാൽ പറഞ്ഞതിനെപ്പറ്റി നമ്മൾ ഇനി കൂടുതൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് വളരെ പ്രസക്തമായ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് VD സതീശനും ഇന്ന് പറഞ്ഞു ഇതേക്കുറിച്ച്. ഇത് വർഗീയവാദികൾ ഇതിനെ എതിർക്കുന്നത് ശരിയല്ല. അപ്പൊ ചുരുക്കം പറഞ്ഞ ഇത് രാഷ്ട്രീയമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഹൈന്ദവ ജനത ഇതിനെതിരെ പ്രതിഷേധിച്ചത്. ഞാനത് ഹൈന്ദവ ജനത എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ RSSോ BJPയോ ഒന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വഴി ഹിന്ദുക്കൾ പൊതുവെ അതിനകത്തൊരു വികാരം കൊണ്ടു എന്നുള്ളത് സത്യമാണ്. പലരും അതിൻ്റെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ സിനിമ കണ്ടതാണ്. ആ സിനിമയുടെ തുടക്കത്തിലെ ടൈറ്റിൽ കാർഡ് വരുന്ന സമയത്ത് ഒരു കലാപം ആണ് കാണിക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് ഒരു ട്രെയിൻ കത്തുന്നതാണ് കാണിക്കുന്നത്. ട്രെയിൻ കത്തുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരു തന്നെത്താൻ കത്തിയത്, ഒരു ആക്സിഡന്റൽ കത്തൽ പോലെയാണ് അതിനകത്ത് പ്രദർശിപ്പിക്കുന്നത്. അതിനുശേഷം ഒരു വലിയ കലാപത്തിൻ്റെ രംഗം ഒരു 15-16 മിനിറ്റോളമുണ്ട്. അതിനകത്ത് ഹിന്ദുക്കള് മുസ്ലിങ്ങളെ ക്രൂരമായി കൊല ചെയ്യുന്നതിൻ്റെ വളരെ ദാരുണമായ ക്രൂരമായ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത പോലെ സബ്ലിമിനൽ മെസ്സേജിൻ്റെ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് വേണമെങ്കിൽ വാദിക്കാം.
അത് ആർക്കും സ്ഥാപിച്ചെടുക്കാൻ പ്രയാസമായ ഒരു കാര്യമാണ്. അതിന് മുൻപ് ഒരു ശൂലം മിന്നി മറയുന്നു. സാധാരണഗതിയിൽ അമ്പലങ്ങളിൽ കാണിക്കാത്ത രീതിയിലുള്ള ഒരു ശൂലം അവിടെ അങ്ങനെ വയ്ക്കാൻ സാധാരണ ഒരു അമ്പലങ്ങളിലും വയ്ക്കാറില്ല. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം പ്രതികാരം വരുന്ന സമയത്തും അതേ ശൂലം അവിടെ ഇരിപ്പുള്ളത് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ സബ്ലിമൽ മെസ്സേജിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സംവിധായകന് സിനിമാക്കാർക്കും അത് നിഷേധിക്കാം. പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളതും ജനങ്ങൾ ആ രാഷ്ട്രീയമായി ആ സിനിമയെ കാണുന്നു എന്നുള്ളതിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെയും നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെയും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന നമ്മുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നിലപാട് മാറ്റിയതിൻ്റെയും. അതായത് അദ്ദേഹം ആദ്യം പറയുകയുണ്ടായി, ഞാൻ സിനിമ കാണുന്നു, ലൂസിഫർ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, ഞാൻ രണ്ടാമത്തെ ഭാഗം കാണും എന്ന് പറഞ്ഞത് അദ്ദേഹം വീണ്ടും തിരുത്തി. അപ്പൊ ചുരുക്കം പറഞ്ഞ ഇത് പച്ചയായ രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമയായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രസക്തി. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ആദ്യ സിനിമയിൽ എഴുതി കാണിക്കുന്ന സംഭവങ്ങൾ വെറും സാങ്കല്പികമാണ്, ഇത് ജീവിച്ചിരുന്നവരോ മരിച്ചിരുന്നവരോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഇതുകൊണ്ട് തന്നെയാണ് അത് പ്രശ്നമായി മാറുന്നത്. അപ്പോ സിനിമയെ പ്രത്യേകിച്ച് നമ്മൾ അറ്റ്ലീസ്റ്റ് മുഖ്യമന്ത്രി പറയുന്നു, നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നു, അപ്പോൾ ഇതൊരു സിനിമയിനകത്തൊരു ചരിത്രമുണ്ട് എന്നവർ സമ്മതിക്കുന്നു. അപ്പൊ ചരിത്രമുണ്ടെങ്കിൽ ചരിത്രം മൊത്തം പറയണ്ടേ എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന ചോദ്യം. ഒരു പക്ഷേ ഇതേ സിനിമ തന്നെ ഇതിന് മുൻപിൽ ആ ട്രെയിൻ കത്തിക്കുന്നത് അങ്ങനെയാണ് കമ്മീഷൻ റിപ്പോർട്ടുകൾ, അങ്ങനെയാണ് ശിക്ഷിച്ചിരിക്കുന്നത് കോടതികൾ. അപ്പൊ അത് പറയാതെ അല്ലെ അതും കൂടെ കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പം ആർക്കും ഇത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതൊരു വളരെ യൂണിലാറ്ററലായിട്ട് അതിനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അതിനെ എല്ലാം ന്യായീകരിക്കുന്നതാണ്, ആ വാദങ്ങളെയൊക്കെ ന്യായീകരിക്കുന്നതാണ് ഇപ്പൊ രാഷ്ട്രീയക്കാരെ അതിനകത്ത് ചേർന്ന് അഭിപ്രായം പറയുമ്പോൾ കാണുന്നത്. ഇനി അടുത്തൊരു തമാശയും കൂടി ഇതിനകത്തുണ്ട്. ആദ്യമായിട്ട് പറഞ്ഞത് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആണ്. അതായത് സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു സിനിമയുടെ പരമാധികാരി എന്ന് പറയുന്നത് ഒരു ഡയറക്ടറാണ്. അയാളാണ് അതിന്റെ ഏത് രംഗം വേണം ഏത് വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരു സംവിധായകനാണ്. സംവിധായകന്റെ മുകളിൽ അതിന്റെ പ്രൊഡ്യൂസറായ ശ്രീ ഗോകുലം ഗോപാലൻ ഒരു തീരുമാനം എടുത്തുവെന്നും നമ്മുടെ സംവിധായകനോട് 10-17ഓളം രംഗങ്ങൾ മാറ്റണമെന്നും ചില കാര്യങ്ങൾ മാറ്റം വരുത്തണമെന്നും ആവശ്യപ്പെട്ടതായിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രസ്താവന. പക്ഷെ ഇന്ന് രാവിലെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ മറ്റൊരു വാർത്തയാണുള്ളത്. അതിന് ഹിന്ദുസ്ഥാൻ ടൈംസ് വീണ്ടും എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. എന്താണ് അവർ പറയുന്നതെന്ന് വെച്ചാൽ, ഇതുമായിട്ട് സംബന്ധിച്ച് ഉയർന്നു വരുന്ന കാര്യങ്ങളെക്കുറിച്ച് കേന്ദ്ര ഗവൺമെന്റ് പരിശോധിക്കുകയും ഈ ഫിലിം സെൻസർ ബോർഡിനോട് ഇത് ഒന്ന് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാർത്ത. അതായത് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സോ ഇതിന്റെ സിനിമാ പ്രവർത്തകരോ സ്വയം എടുത്ത തീരുമാനമല്ല എന്നുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ പത്രത്തിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഇന്ന് കാണാം. ഇന്നത്തെ പത്രം ഹിന്ദുസ്ഥാൻ ടൈംസ് അതിനെ ഏറ്റു പറഞ്ഞിട്ടുമുണ്ട്. അവർ പറയുന്നത് ഗവൺമെന്റ് ഇതിനകത്ത് മാറി വരുന്ന സാഹചര്യങ്ങളിൽ ഉത്കണ്ഠയുണ്ട്, ആങ്സൈറ്റി ഉള്ളതുകൊണ്ട് അതിനകത്ത് ഈ സെൻസർ ബോർഡിനോട് അത് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടെന്നും ഇന്നലെ അവർ പുനഃപരിശോധിച്ചു എന്നും 17ഓളം കട്ടുകൾ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് മാറ്റണമെന്ന് പറഞ്ഞ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനകത്ത് പ്യുവർ വയലൻസ് ആണ്. ഒരു സ്ത്രീയെ, ഒരു ഗർഭിണിയെ അതിക്രൂരമായി, അതിനകത്ത് ആ സ്ഥലത്ത് വേറെയും സ്ത്രീകളുണ്ട്, പക്ഷെ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് സ്ത്രീയെ വളരെ മോശമായി അതിദാരുണമായി ബലാത്സംഗം ചെയ്യുന്ന രംഗം അതിനകത്തുണ്ട്. അതൊന്നും ഒരു കാരണവശാലും ആ സിനിമയിൽ കാണിക്കേണ്ട കാര്യമില്ലാത്തതാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ശൂലം വരുന്നു, കുറച്ച് കഴിയുമ്പോൾ ഒരു ഗർഭിണി വരുന്നു, അതിനകത്ത് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഭ്രൂണഹത്യ അതിനകത്ത് ഉണ്ടാകുന്നു. ഇതൊക്കെ എവിടെയോ നമ്മൾ കേട്ട് പഴകിയ ചില കാര്യങ്ങളുമായിട്ട് ചില സാമ്യങ്ങൾ ആളുകൾക്ക് തോന്നിയാൽ അത്ഭുതം പറയാനില്ല, അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് സർക്കാർ സെൻസർ ബോർഡ് നിർദ്ദേശിക്കുന്നു, അത് പ്രൊഡ്യൂസേഴ്സ് എഗ്രി ചെയ്തു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത്. എന്തു തന്നെ ആയാലും ഇത് പ്രൊഡ്യൂസേഴ്സ് എടുത്ത തീരുമാനമായാലും സെൻസർ ബോർഡ് നിർദ്ദേശിച്ചതായാലും ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എഗ്രി ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് ഇനി അതിനകത്തൊരു വിവാദം ഉണ്ടാകേണ്ട കാര്യമില്ല. എന്തായാലും ആ കട്ടിങ് നടത്തി അവർ റീസബ്മിറ്റ് ചെയ്യുകയും അത് മിക്കവാറും ചൊവ്വ ബുധൻ ആടോടി വരിക തന്നെയാണ്. അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ഇന്നലെ ഞാൻ സിനിമാ തിയേറ്ററിൽ പോയപ്പോൾ മറ്റൊരു കാര്യം, ഒരു കാലവും ഇല്ലാത്തതുപോലെ ഒരു വലിയ ജനത്തിരക്കാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, കാറുകളൊക്കെ പുറത്ത് കിടക്കുക. സിനിമ പകുതി തുടങ്ങിയിട്ടും പലർക്കും കുറെ കഴിഞ്ഞിട്ടൊന്നും പലർക്കും കയറാൻ പറ്റിയിട്ടില്ല അകത്തോട്ട്.
അപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ സിനിമ കട്ട് ചെയ്യാതിരിക്കുക, മലയാളിയുടെ ഒരു ആവേശം ഞാൻ പറയായിരുന്നു, സിനിമ കട്ട് ചെയ്യുന്നതിന് മുന്നേ ആ 2 ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അക്കാഡമിക് പർപ്പസ്, പ്രത്യേകിച്ച് നമ്മളിങ്ങനെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതൊന്ന് കണ്ടേക്കാൻ മതി, കട്ട് ചെയ്യാത്ത ഒറിജിനൽ സാധനം കാണാമെന്ന് വെച്ച് പോയി. അപ്പോൾ അവിടെ ഭയങ്കര തള്ളാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇനിയിപ്പോൾ അത് കട്ട് ചെയ്ത പോർഷൻ വരുന്നതിന് മുമ്പ് മറ്റേ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട്, അതിനൊരു വലിയ തിരക്കാണ്. അപ്പോൾ അതാണ് മലയാളി. കടുത്ത ചാർജുമാണ് ഈ തിയേറ്ററുകളിലൊക്കെ. ഞാൻ പോയ തിയേറ്ററിലെങ്കിലും സാധാരണഗതിയിൽ ഉണ്ടായതിൻ്റെ ഇരട്ടി ചാർജാണ് ഇന്നലെയൊക്കെ ഈടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. സിനിമ റിലീസ് ചെയ്ത് 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറിനെങ്കിലും തോന്നി ഇത് വേണ്ടിയിരുന്നില്ല എന്ന്. അപ്പോൾ അതൊരു പക്ഷേ അദ്ദേഹത്തിന് അതേക്കുറിച്ചൊരു കൃത്യമായ ധാരണ ഇല്ലാതെയാണ് കാശ് മുടക്കിയത് എന്ന് വേണം ഞാൻ വിചാരിക്കാൻ. നായകൻ അതിന് കാര്യം അറിഞ്ഞുകൂടായിരുന്നോ എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ അതുകൊണ്ടാണ് ഇന്ന് മോഹൻലാൽ പറഞ്ഞിരിക്കുമ്പോൾ അതിനകത്ത് ഇനി വിവാദത്തിൻ്റെ ആവശ്യമില്ല, ഞങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്, അത് ഞങ്ങളെല്ലാവരും കൂടിയാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കുന്നുവെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെ ഒരു സംഭവം വേണ്ടിയിരുന്നോ എന്ന് അവർക്ക് കൂടി വീണ്ടും വിചാരമുണ്ടാക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ ഇനിയിപ്പം നമ്മൾ മുഖ്യമന്ത്രി പറയുന്നതിനും പ്രതിപക്ഷ നേതാവ് പറയുന്നതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. ബിക്കോസ് അവർ രണ്ടുപേരുടെയും പ്രതികരണമാണ് ആദ്യം വന്നത്. മോഹൻലാലിൻ്റെ പ്രതികരണവും ഇതിൻ്റെ പ്രൊഡ്യൂസറുടെ പ്രതികരണവും വന്നതോടുകൂടി ഇത് അവർക്ക് പറ്റിയ ഒരു തെറ്റാണ് എന്നവർ ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അത് തീർച്ചയായിട്ടും നമ്മൾ പ്രേക്ഷകർ അംഗീകരിക്കേണ്ടതാണ്. കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ ഒരു കാര്യം കൂടിയുണ്ട്. ജനാധിപത്യ സമൂഹത്തിൽ പൗരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. സമ്മതിച്ചു. എന്തു വേണമെങ്കിലും ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല എന്നുള്ളതാണ് സത്യം. അതായത് അതുകൊണ്ടാണല്ലോ BNS ഭാരതീയ ന്യായ സംഹിതയിൽ 196 എന്നൊരു വകുപ്പുള്ളതും സെൻസർ ബോർഡ് എന്നൊരു സംവിധാനവും ഇവിടെ ഉള്ളത്. അല്ലാതെ എനിക്ക് എന്ത് വേണമെങ്കിലും പടച്ച് സിനിമാ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ സെൻസർ ബോർഡിന്റെ ആവശ്യമില്ല. അങ്ങനെയല്ല. അപ്പം രാജ്യത്തിന് അനുയോജിക്കാത്തത്, രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നത് തടയാൻ തന്നെയാണ്. ഇപ്പോൾ മുതലല്ല, പഴയ സർക്കാരുകളുടെ കാലം മുതൽ തന്നെ ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എന്ന് വരുന്ന സംവിധാനം ഉണ്ടായിരിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ തടയിടുവാൻ തന്നെയാണ്. അവിടെ ഒരുക്കിയെടുത്ത തീരുമാനം ഇനി ഒരിക്കലും മാറ്റിക്കൂടാ എന്നില്ല. ഒരുപക്ഷെ അത് കാഷ്വലായിട്ട് കണ്ടിട്ടുണ്ടാകണം. അതിന് അവരെ ചോദ്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. വളരെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു രാജ്യത്ത്. ജനങ്ങൾക്കിടയിൽ അത് രാഷ്ട്രീയപരമായാലും ശരി മതപരമായാലും ശരി ശത്രുത ഉണ്ടാക്കുന്ന ഒന്നും ഉണ്ടാകാതിരിക്കുകയാണ് നല്ലത്. ഒരു കാര്യം ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാണിക്കുകയാണെങ്കിൽ അത് യഥാവണ്ണം കാണിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കരുത്. ഇപ്പം ഈ സിനിമയ്ക്കകത്ത് ആ രംഗങ്ങളൊന്നും അത്ര വലിയ അത്യാവശ്യമായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് കണ്ട വ്യക്തി എന്ന നിലയിൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സിനിമയെക്കുറിച്ചൊന്നും നമ്മൾ തൽക്കാലം അഭിപ്രായപ്പെടുന്നില്ല. ഐ വുഡ് റേറ്റ് ഇറ്റ് ആസ് എ വെരി ഒരു ഗ്രേറ്റ് മൂവി. പക്ഷെ അത് നമുക്കിവിടെ പ്രസക്തമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ഇതേക്കുറിച്ച് പറയുവാനുള്ളത്. സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യം വരണം, അതേസമയം രാജ്യത്തിൻ്റെ ജനങ്ങൾ തമ്മിലുള്ള ഐക്യവും സംരക്ഷിക്കപ്പെടണമെന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.